ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നാഗക്ഷേത്രത്തിലും കുടുംബക്ഷേത്രത്തിലും ഒക്കെ വഴിപാടുകളെല്ലാം മുറ പോലെ നടന്നോട്ടെ. പ്രാർത്ഥനകളുടെ ഫലമാണ് ദൈവം അയച്ച ആ രക്ഷക. സംശയിക്കണ്ട. മോൾ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ? അതെ, ഇനി പ്രശ്നമൊന്നും വേണ്ട. എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. നമുക്ക് സന്തോഷായില്ലേ? അവരെന്നോട് വേറെ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എന്താ പറഞ്ഞേ? എന്തൊക്കെയോ ഓക്കെ ആയിട്ടുണ്ട്. മോൾക്ക് സന്തോഷായില്ലെന്നൊക്കെ ചോദിക്കുന്നേ. അതെന്താ? ചിലപ്പോ വേറെ ആരെങ്കിലും ആണെന്ന് വിചാരിച്ചു കാണും. മോളെ ശരിക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. ആയിരിക്കും. അല്ലാതെ എങ്ങനെയാ പരിചയമുള്ള പോലെ എന്റെ അടുത്ത് സംസാരിക്കുന്നേ? മോളാണെന്ന് കരുതി തന്നെയാ അപ്പോ സിത്താര മാഡം സംസാരിച്ചത്. രണ്ടാളും ഒരമ്മയുടെ മക്കള് തന്നെയാ, അതിലിനി സംശയമില്ല. മമ്മി, ഒരു സെക്കൻഡേ, ഞാൻ ഇതൊന്നും ഫിനിഷ് ചെയ്തിട്ട്. മമ്മി, നവീനെ കാണാൻ പോയിട്ട് എന്തായി? എല്ലാം ഫിക്സ് ചെയ്തോ? അതിന്റെ മറുപടി ഞാൻ നിന്നോട് ഇപ്പൊ പറഞ്ഞല്ലേ ഉള്ളൂ. എന്നോടോ? പിന്നെ വേറെ ആരോട്? മോളിപ്പ എന്റെ അടുത്ത് വന്നിരുന്നില്ലേ? അല്ല മമ്മി, എന്തായി പറയുന്നേ? ഞാൻ മുറിയിലിരിക്കായിരുന്നു. ഗാഥമാടെ എന്തായി പറയുന്നേ? മാഡം സംസാരിക്കുന്നത് ഞാനും ഇപ്പൊ കണ്ടല്ലേ. അത് കൊള്ളാലോ. അപ്പൊ ഞാനല്ലാതെ ഇവിടെ വേറെയും ഗാഥാ ശ്രീനിവാസ് ഉണ്ടോ? മോളെ വെറുതെ കളിക്കില്ലേ. എന്റെ മമ്മി, ഞാൻ മോളിന്ന് ഇപ്പോഴാ താഴോട്ട് വന്നത്. പിന്നെ ആരോട് സംസാരിച്ച കാര്യം നിങ്ങൾ പറയുന്നേ? ഗാഥ, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കില്ല കേട്ടോ. എനിക്ക് ശരിക്കും എന്താ ഭ്രാന്തുണ്ടോ? ചില നേരത്തെ നിങ്ങളുടെ പ്രവൃത്തികൾ കാണുമ്പോ അല്പം വട്ടുണ്ടോന്ന് എനിക്ക് തോന്നായിക്കൊന്നുമില്ല. പറയേ, നവീൻ എന്താ പറഞ്ഞേ? ഇത് വീണ്ടും കേൾക്കാനുള്ള അടവാന്നൊക്കെ എനിക്ക് മനസ്സിലായി. നവീൻ എല്ലാം ഓക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം നിശ്ചയിച്ച പോലെ തന്നെ നടക്കും. താങ്ക് യു മമ്മി. ഞാനേ നവീൻ ഒന്ന് വിളിച്ചിട്ട് വരാം. ഇനി വേറെ ഗാഥാ ശ്രീനിവാസിനെ കണ്ടു എന്നൊന്നും ഞാൻ ഇറങ്ങി വരുമ്പോ പറയരുത്. സിനി, ഇവളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്റെ പൊന്നു മാം, നമ്മളത് ആലോചിച്ച് തല പുകയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ഗാഥാ മാഡത്തിന് എപ്പോഴും തമാശയല്ലേ. അക്കൂട്ടത്തിൽ ഒരെണ്ണം തന്നെ ചെയ്തു. എന്തായാലും ആള് നല്ല ഹാപ്പിയാ.
വാതിൽക്കിലേക്ക് വന്നു കയറുന്ന കുട്ടിക്കുണ്ടാകുന്ന ശാപത്തെയാണ് ഞങ്ങൾ ഭയന്നിരുന്നത്. പക്ഷെ ഗാതമോള് ഫാക്ടറിയുടെ ഉദ്ഘാടനം ഭംഗിയായി നിർവഹിച്ചെങ്കിലും ആ മുഹൂർത്തത്തിൽ തന്നെ വേറൊരു അപകടം ഉണ്ടായി. അതെന്താണെന്നാ ഞങ്ങൾക്ക് അറിയണ്ടേ? നോക്കാം. ശാപം മാത്രമല്ല, ശത്രുക്കളുണ്ട്. അത് പുറത്തുനിന്നല്ല, കുടുംബത്തിനകത്തുനിന്ന് തന്നെയാ. നിമിത്തങ്ങൾ കാണിക്കുന്നതനുസരിച്ച് അവിടെ നിന്ന് മറ്റൊരു സാന്നിധ്യം ഉണ്ടായിരുന്നു. ഒരു വിശേഷപ്പെട്ട സാന്നിധ്യം. ഒരു പക്ഷേ അങ്ങനെ ഒരു സാന്നിധ്യം അന്ന് അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ആ അപകടം നിങ്ങൾ പറഞ്ഞ പെൺകുട്ടിക്ക് തന്നെയായിരുന്നു സംഭവിക്കേണ്ടിയിരുന്നത്. തിരുമേനി പറയുന്നത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല. സർപ്പയോഗം ഏറെയുള്ളൊരു പെൺകുട്ടിയാത്. ഒരു ദൈവനിയോഗം പോലെ അന്ന് ആ പെൺകുട്ടി അവിടെ എത്തിയിട്ടുണ്ട്. ആ പെൺകുട്ടിയാണ് അപകടം തടഞ്ഞത്. ഫാക്ടറി ഉദ്ഘാടന സ്ഥലത്ത് ഞങ്ങൾ അറിയാത്ത ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് സർപ്പയോഗവും ദൈവസാന്നിധ്യവും ഒക്കെ ഉണ്ടെന്ന് പറയുന്ന ഒരു പെൺകുട്ടി. അങ്ങനെ ഒരാളുണ്ട്, സംശയിക്കണ്ട. അത് നിങ്ങളുടെ രക്ഷക തന്നെയാണ്. അന്നത്തേക്ക് മാത്രമല്ല, ഇനി എന്നും കളരിക്കൽ കുടുംബത്തിന്റെ രക്ഷകയായി ആ പെൺകുട്ടിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാവുമെന്നാണ് കാണിക്കുന്നത്. അതാരാണെന്ന് ഒരു സൂചനയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ. ദൈവം നമുക്ക് അദൃശ്യനല്ലേ? അതുപോലെ ദൈവനിയോഗമുള്ള ആളും തൽക്കാലം അദൃശ്യമാണ്. നാഗക്ഷേത്രത്തിലും കുടുംബക്ഷേത്രത്തിലും ഒക്കെ വഴിപാടുകളെല്ലാം മുറ പോലെ നടന്നോട്ടെ. പ്രാർത്ഥനകളുടെ ഫലമാണ് ദൈവം അയച്ച ആ രക്ഷക. സംശയിക്കണ്ട.